ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വിപ്ലവകരമായ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് ChatGPT. ടെക്നോളജി മേഖല പരിചയമുള്ളവർ കൂടുതലായി കൈകാര്യം ചെയ്തിരുന്ന AI എന്ന ടെക്നോളജി സാധാരണക്കാരിലേക്കും പകർന്നു നൽകിക്കൊണ്ടാണ് ChatGPT 4ാം വ്യാവസായിക വിപ്ലവത്തിന് വേഗത കൂട്ടുന്നത്. 2015 സാം ആൾട്ട്മാൻ എന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പൗട്ട് OpenAI എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. ഇലോൺ മസ്ക്, ലിങ്ക്ഡിനിൻ്റെ സ്ഥാപകനായ റീഡ് ഹോഫ്മാൻ, പേയ്പാലിൻ്റെ സ്ഥാപകനും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായ പീറ്റർ തീൽ, ഇല്യ സെറ്റ്സ്കീവർ, ട്രെവർ ബ്ലാക്ക്വെൽ, ആൻഡ്രസ് കെർപാത്തി എന്നിവരും സാമിൻ്റെ കൂടെ OpenAIയിൽ പങ്കാളികളായി. 2020 GPT-3 ലാംഗ്വേജ് മോഡൽ വിജയകരമായി അവതരിപ്പിച്ചതോടെ OpenAI ടെക് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി. പിന്നീട് 2022 നവംബറിൽ ChatGPT അവതരിപ്പിച്ചതോടെ കമ്പനി പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി. 1985 ഏപ്രിൽ 22 ഷിക്കാഗോയിലാണ് സാം ജനിക്കുന്നത്. മിസൗറിയിലെ ജോൺ ബറോസ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം ഉന്നത പഠനത്തിനായി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെത്തി. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠന വിഷയം. എന്നാൽ ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, സക്കർബർഗ് തുടങ്ങിയവരെ പോലെ കോഴ്സ് പൂർത്തിയാക്കാതെ ഡ്രോപ്പ് ഔട്ടായി. 19ാം വയസ്സിൽ സ്റ്റാൻഫോർഡിൽ പഠിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ലൊക്കേഷൻ ബേസ്ഡ് സോഷ്യൽ മീഡിയ ആപ്പായ ലൂപ്റ്റ് സ്ഥാപിച്ചു. ആപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രശസ്ത സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററായ Y Combinator, സെക്വോയ ക്യാപിറ്റൽ എന്നിവരിൽ നിന്നും ഫണ്ടിംഗ് നേടാൻ സാധിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഗ്രീൻ ഡോട്ട് കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് $43 മില്യൺ ലൂപ്റ്റ് വിറ്റു. ലൂപ്റ്റിൻ്റെ വിൽപ്പനയ്ക്ക് ശേഷം 2011 Y Combinatorൻ്റെ പാർട്ട്ണറായി ജോയിൻ ചെയ്തു. പാർട്ട് ടൈം ആയിട്ടായിരുന്നു സേവനം. 2014 Y Combinator അതിൻ്റെ പ്രസിഡന്റായി സാം ആൾട്ട്മാനെ ചുമതലയേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ YC അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കി. ഓപ്പറേഷൻ, ഫണ്ടിംഗ് എന്നിവയിൽ കുറെ കൂടി കാര്യക്ഷമത വരുത്തി. വിവിധ മേഖലകളിലായി നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്തു. Airbnb, ഡ്രോപ്ബോക്സ്, റെഡിറ്റ്, സ്ട്രൈപ്പ്, പിൻട്രസ്റ്റ് തുടങ്ങിയവ സാം ആൾട്ട്മാൻ്റെ നേതൃത്വത്തിലുള്ള Y Combinator വിരിച്ചെടുത്ത സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഒരു വർഷം 1000 സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമായി Y Combinatorനെ മാറ്റണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പുതിയ മേഖലകളിൽ കൂടുതൽ റിസർച്ചുകൾ നടത്തുന്ന കമ്പനികളെ വളർത്തിയെടുക്കാനും പദ്ധതിയിട്ടു. ഇതിൻ്റെയൊക്കെ ഫലമായി 2015 $700 മില്യൺ YC സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചത്. YC റിസർച്ച് എന്ന ഉപസ്ഥാപനത്തിനായി $10 മില്യൺ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു. ഭാവിയിലെ കമ്പ്യൂട്ടിംഗ്, ബിഗ് ടെക്നോളജി, വിദ്യാഭ്യാസം, ബേസിക് ഇൻകം, പുതിയ സിറ്റികൾ സ്ഥാപിക്കൽ തുടങ്ങിയ മേഖലകളിലായിരുന്നു YC റിസർച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിയെ വിപ്ലവകരമായ രീതിയിൽ മാറ്റിമറിക്കുമെന്ന് തർക്കമില്ല. എന്നാൽ മനുഷ്യൻ്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്ത് നാശം വിതയ്ക്കാൻ AI തുനിഞ്ഞേക്കുമോ എന്ന ഭീതി ഇന്നും ടെക് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചില സൂചനകൾ ഫേസ്ബുക്കിൻ്റെ AI റിസർച്ചിലടക്കം പ്രകടമായതോടുകൂടി AI എന്ന സാങ്കേതികവിദ്യ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്ന് ടെക് ലോകം വിലയിരുത്തി. ഇതിൻ്റെ ഫലമായി AI മേഖലയിൽ റിസർച്ച് നടത്തുന്ന കമ്പനികൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസുകൾ AI വെച്ച് നടത്തപ്പെടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ ആവശ്യത്തിനായി OpenAI സേഫ് AGI എന്ന ടെക്നോളജി വികസിപ്പിച്ചു. AI മനുഷ്യരാശിക്ക് ഭീഷണി സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക എന്നതാണ് സേഫ് AGIയുടെ ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 OpenAI എന്ന കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. ഇലോൺ മസ്കിനെയും പീറ്റർ തീലിനെയും പോലുള്ള മികച്ച ടെക്നോക്രാറ്റുകളും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഗവേഷണങ്ങളായിരുന്നു OpenAI ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടായിരുന്നു സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. നമ്മുടെ ഇൻഫോസിസ് അടക്കം പങ്കാളികളായി OpenAI $1 ബില്യൺ ഫണ്ടിംഗ് റൈസ് ചെയ്തു. തുടക്കത്തിൽ വീഡിയോ ഗെയിമുകൾക്കുള്ള മെഷീൻ ലേണിംഗ് AI സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലായിരുന്നു OpenAI ശ്രദ്ധ കൊടുത്തിരുന്നത്. പിന്നീട് ഓപ്പൺ സോഴ്സ് ടൂൾ കിറ്റായ OpenAI ജിം എന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചു. ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് അഥവാ നമ്മുടെ ആവശ്യം എന്താണെന്ന് എഴുതി കൊടുത്താൽ ആ ടെക്സ്റ്റ് വിശകലനം ചെയ്ത് അതിൽ നിന്ന് ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന DALL-E എന്ന ടെക്നോളജി അവതരിപ്പിച്ചതോടെയാണ് OpenAI ടെക് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിത്തുടങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ മികച്ചൊരു പുരോഗതിയാണ് DALL-E എന്ന് വിലയിരുത്തപ്പെടുന്നു. തുടർന്ന് 2020 GPT-3 ലോഞ്ച് ചെയ്തു. ചോദ്യങ്ങൾക്ക് പരമാവധി കൃത്യമായ ഉത്തരങ്ങൾ നൽകാനും ട്രാൻസ്ലേഷൻ നടത്താനുമൊക്കെയുള്ള കഴിവായിരുന്നു GPT-3ക്ക് ഉണ്ടായിരുന്നത്. 2019 വരെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടായിരുന്നു OpenAI പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആ വർഷം മൈക്രോസോഫ്റ്റ് $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തതോടെ ഫോർ പ്രോഫിറ്റ് കമ്പനിയായി മാറി. ChatGPT ലോഞ്ച് ചെയ്തപ്പോൾ മൈക്രോസോഫ്റ്റ് അതിനെ തങ്ങളുടെ സെർച്ച് എഞ്ചിനായ ബിങ്ങുമായി ബന്ധിപ്പിച്ച് AI കേന്ദ്രീകൃത വെബ് സെർച്ച് അവതരിപ്പിച്ചു. 2023 മൈക്രോസോഫ്റ്റ് ബിൽഡ് ഈവൻറ്റിലായിരുന്നു സത്യ നഡെല്ല ബിങ് ChatGPT ഇൻ്റഗ്രേഷൻ അവതരിപ്പിച്ചത്. നിലവിൽ $29 ബില്യൺ OpenAIയുടെ വാല്യുവേഷൻ.
വൈ കോമ്പിനേറ്ററിൽ ജോയിൻ ചെയ്തതു മുതൽ വിപ്ലവകരമായ ടെക്നോളജികൾ കണ്ടെത്താനും അങ്ങനെയുള്ളവ കണ്ടെത്തുന്ന സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാനും സാം ആൾട്ട്മാൻ ശ്രദ്ധിച്ചിരുന്നു. വൈസി റിസർച്ചിൻ്റെ പിറവി അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നത്തിൽ നിന്നായിരുന്നു. സാം മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു റെവല്യൂഷണറി ആശയമാണ് വേൾഡ് കോയിൻ എന്നത്. AI പോലുള്ള ടെക്നോളജികൾ വ്യാപകമാവുന്നതോടെ ഉണ്ടാകുന്ന തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശം. അതായത് AI-യുടെ കടന്നുവരവോടെ അത് നിരവധി സാധാരണ ജോലികൾ ഇല്ലാതാക്കി കളയാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ വന്നാൽ സ്കിൽഡ് അല്ലാത്ത നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ജോലി നഷ്ടം നമ്മുടെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കാണണമല്ലോ. യൂണിവേഴ്സൽ ബേസിക് ഇൻകം അഥവാ UBI എന്ന ആശയമാണ് ചില സാമ്പത്തിക വിദഗ്ധർ പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ആളുകൾക്കും ഗവൺമെൻറ് നിശ്ചിത തുക മാസം തോറും പെൻഷൻ പോലെ നൽകും. പട്ടിണിയും പരിവട്ടവും ഒന്നും കൂടാതെ ജീവിക്കാനുള്ള അത്ര പണം നൽകും. മികച്ച സ്കില്ലുകളുള്ളവർക്ക് കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ സമ്പാദിക്കുകയുമാവാം. ഇങ്ങനെ ഗവൺമെൻറ് വിതരണം ചെയ്യുന്ന പണം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് വേൾഡ് കോയിൻ. അതായത് ആളുകളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് അത് അവരുടെ തിരിച്ചറിയൽ സിഗ്നേച്ചറാക്കുക, നമ്മുടെ ആധാർ പോലെ. അത് അവരുടെ ടോക്കണാണ്. ഈ ടോക്കൺ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസി ശൃംഖലയിൽ പങ്കാളികളാകാം. ഇങ്ങനെ ഈ ആളുകൾക്ക് എത്തിച്ചു നൽകുന്ന പണം ക്രിപ്റ്റോ കറൻസി രൂപത്തിലായിരിക്കും. അതിനുവേണ്ടിയാണ് വേൾഡ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ ഈ പ്രോസസ്സ് നിർമ്മാണഘട്ടത്തിലാണുള്ളത്. ഇതിനായി നിരവധി പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. നമുക്കും താല്പര്യമുണ്ടെങ്കിൽ ആ ശൃംഖലയിൽ പങ്കാളികളാകാം. വേൾഡ് കോയിൻ ടോക്കൺ എടുക്കുന്നവർക്ക് ചില ഇൻസെൻറ്റീവുകളും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2019 ഈ സംഭവം ആരംഭിക്കുന്നത്. ബോട്ടുകളെയൊക്കെ കൗണ്ടർ ചെയ്ത് യഥാർത്ഥ മനുഷ്യരെ മാത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ലോകത്തെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നതോടെ നേരത്തെ പറഞ്ഞ UBI വിതരണം ചെയ്യുന്നത് എളുപ്പവും കൃത്യവുമായി തീരും എന്നാണ് കമ്പനി വിശ്വസിക്കുന്നത്. സ്വന്തം കണ്ടുപിടുത്തങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുറമെ അനേകം സ്റ്റാർട്ടപ്പുകളെ ഫണ്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ സാം ആൾട്ട്മാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വൈ കോമ്പിനേറ്ററിൻ്റെ ഭാഗമായിരുന്നപ്പോൾ മുതൽ ലോകശ്രദ്ധ നേടിയ നിരവധി സ്റ്റാർട്ടപ്പുകളിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. Airbnb, Stripe, Reddit, Pinterest, Instacart, Asana, Teespring, Shoptix, Optimizely, Verbling, Solilent തുടങ്ങിയവ അവയിൽ ചിലതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതികവിദ്യ മനുഷ്യരാശിയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. 4ാം വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്ന ഡീപ് ടെക് റെവല്യൂഷൻ, അതായത് AI, മെഷീൻ ലേണിംഗ്, AR, VR, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ പുരോഗതിയാണ് നാം നേടിക്കൊണ്ടിരിക്കുന്നത്. സാം ആൾട്ട്മാൻ എന്ന പ്രതിഭാശാലിയായ ചെറുപ്പക്കാരൻ്റെ സംഭാവനകൾ അവിടെയെന്നും തലയുയർത്തി തന്നെ നിൽക്കും. ഭയാശങ്കകൾ പരിഹരിച്ച് ഗുണപരമായ രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.